തന്നെ പോലൊരു പെൺകുട്ടി ഇങ്ങനെയൊരു കാര്യത്തിൽ അകപ്പെട്ടാൽ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചില്ല. തെറ്റായിപ്പോയി. തൻ്റെ ലൈഫ് ഞാൻ തട്ടിപ്പറിച്ചു, എന്നിട്ട് ഇല്ലാതാക്കി. മറ്റുള്ളവർക്ക് ചവിട്ടി അരയ്ക്കാൻ വേണ്ടി തന്നെ ഞാൻ അവരുടെ കാൽച്ചുവട്ടിലേക്ക് ഇട്ടുകൊടുത്തു. താൻ വേദനിച്ച് കരയുമ്പോഴും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ ഞാൻ മദ്യപിച്ച് വന്ന് കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. പക്ഷേ തനിക്ക് അങ്ങനെ ഉറങ്ങാൻ പറ്റില്ലായിരുന്നെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. ബോധമില്ലാതെ കിടന്നുറങ്ങുന്ന എന്നെ നോക്കി എത്ര രാത്രികൾ തന്നെ ഉറക്കൊളച്ചിട്ടുണ്ട്, എത്ര രാത്രികൾ താൻ കരഞ്ഞു തീർത്തിട്ടുണ്ട്. എന്നിട്ടും വെളുപ്പിന് താൻ അടുക്കളയിൽ കയറുന്നു. എല്ലാവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് അവർക്ക് വേണ്ടതൊക്കെ വെച്ചുണ്ടാക്കുന്നു. നന്ദിയില്ലാത്ത വർഗത്തിന് വേണ്ടി അടിമപ്പണി ചെയ്യുന്നു. എല്ലാത്തിനും കാരണം ഞാൻ ഒറ്റ ഒരുത്തനാ. വേണ്ട സർ, അതൊന്നും ഇപ്പൊ പറയണ്ട. പറയണം നന്ദിനി. ഇപ്പൊ പോലും അച്ഛൻ പറഞ്ഞൊരു വാക്കിന്റെ പേരില എന്നെ പരിചരിക്കാൻ വേണ്ടി താനിവിടെ നിൽക്കുന്നത്. പക്ഷേ ഒരു കാര്യം താൻ ഉറപ്പിച്ചു. ഇപ്പൊ താൻ എന്നോട് ചെയ്ത ഈ കാര്യമുണ്ടല്ലോ, അതെന്റെ മരണം വരെ ഞാൻ മറക്കില്ല. പക്ഷെ നന്ദിനി, ഐ എം സോറി. തന്നെ ചതിച്ചതിന്, തൻ്റെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കിയതിന്, തൻ്റെ ജീവിതം ഇല്ലാതാക്കിയതിന് സോറി.